ചരിത്രത്തിൽ ആദ്യമായി ലക്ഷം കടന്നു സ്വർണ്ണവില. പവൻ 1,01,600 രൂപയായി. ഗ്രാമിന് 12,700 രൂപയാണ് വില. ഈ വർഷം മാത്രം കൂടിയത് 44,800 രൂപയാണ്. ബിസിനസ് ഡെസ്കിൽ നിന്നും കൃഷ്ണ ചെറിയാൻ, തൃശ്ശൂരിലെ ഭീമ ജ്വല്ലറിയിൽ നിന്നും റാഫി കരീം, പത്തനംതിട്ടയിലെ കാത്തലിക് കോളേജിൽ നിന്നും ഷിജോ കുര്യൻ എന്നിവർ ചേരുകയാണ്. ആദ്യം ക്രിസ്റ്റിന, ഇത് സുരക്ഷിത നിക്ഷേപം എന്നൊക്കെ പറയുമ്പോഴും സാധാരണക്കാർ സ്വർണ്ണം ആവശ്യമായി വരിക പ്രധാനമായും ഈ പറയുന്ന വിവാഹ സമയത്ത് തന്നെയാണ്. ഇത് വേണോ വേണ്ടേ എന്നത് മറ്റൊരു ചോദ്യം. സാധാരണക്കാരന് പൂർണ്ണമായ അപ്രാപ്യമായ ഒരു ഉൽപ്പന്നമായി സ്വർണം മാറി എന്നതല്ലേ ഇന്നത്തെ മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളുടെ യാഥാർത്ഥ്യം. ക്രിസ്റ്റീന. ഹാഷ്മി, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ആൾക്കാർ ഓ മൈ ഗോഡ് എന്ന് പറയുന്നതിന് പകരം ഓ മൈ ഗോൾഡ് എന്ന് പറയാൻ തുടങ്ങിയ കുറേ സമയങ്ങളാണ് പോയത്. ഇനി ഈ സാധാരണക്കാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർണം നമ്മളുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായതുകൊണ്ട് നമ്മൾ താലികെട്ടിനാണെങ്കിലും നൂലുകെട്ടിനാണെങ്കിലും ഒക്കെ സ്വർണം വാങ്ങിച്ചു വെക്കുന്ന ഒരു ശീലം മലയാളിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മലയാളി വീട്ടിലും ചെറിയ ചെറിയ അളവിലെങ്കിലും സ്വർണം ഉണ്ടാകും. അപ്പോൾ ആ തരത്തിൽ ചെറിയ നിക്ഷേപം നടത്തിയവർക്ക് പോലും അത് ലാഭമാണ്. മാത്രമല്ല, നമുക്ക് ഈ ഗോൾഡ് ETF-കളിലൊക്കെ നിക്ഷേപം നടത്തുന്നവർ 1000 രൂപയിലും 2000 രൂപയിലും 1500 രൂപയിലും ഒക്കെ നമുക്ക് നിക്ഷേപം നടത്താം. അപ്പോൾ ആ മട്ടിൽ നിക്ഷേപം നടത്തിയവർക്കും അത് നല്ല രീതിയിൽ റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ഇനി സ്വർണം നമ്മൾ ആഭരണ രൂപത്തിൽ വാങ്ങിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം ആഭരണത്തിന്റെ പണിക്കൂലിയാണ്. 10% മുതൽ 30-35% വരെ ഡിസൈനർ ജ്വല്ലറികൾ നമ്മൾ അത്രയും പണം കൊടുത്ത് അത്രയും പണിക്കൂലി കൊടുത്ത് വാങ്ങിക്കുമ്പോൾ ആ പണിക്കൂലി കവർ ചെയ്യാനും മാത്രം സ്വർണത്തിന്റെ വില കൂടണം. ഇനി നമ്മൾ സ്വർണത്തിന്റെ വിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ സാധാരണക്കാരനെന്നോ പണക്കാരനെന്നോ ഓരോരുത്തരുടെ കയ്യിലുള്ള അളവ് സ്വർണത്തിന്റെ വ്യത്യാസമുണ്ടാവും. പക്ഷേ എല്ലാവരുടെയും കയ്യിലും ചെറിയ ചെറിയ സ്വർണം അത് ഒരു സേവിങ്സ് ആയിട്ട് വെച്ചവർക്ക് ഇപ്പോൾ ആ സ്വർണത്തിന്റെ വിലയിൽ ഒരു റിട്ടേൺ ഉണ്ടാകും എന്തായാലും. ഇനി ഇന്ന് സ്വർണ്ണവില 1 ലക്ഷം കടന്ന് 1,01,600 രൂപയായി. ഒരു പവന് ഇന്ന് മാത്രം കൂടിയത് 1,760 രൂപയാണ്. കഴിഞ്ഞ ദിവസം 99,840 എന്ന് പറയുന്ന നിലയിലായിരുന്നു. 160 രൂപ മാത്രം ദൂരം 1 ലക്ഷത്തിലേക്ക്. അങ്ങനെ ആ 160 രൂപ ഇന്ന് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ദീർഘകാലത്തേക്ക് സ്വർണ്ണവില കൂടുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ സ്വർണ്ണവില കൂടിയെന്ന് പറഞ്ഞ് ഈ അടുത്തിടെ ആൾക്കാർക്ക് ഒരു ട്രെൻഡ് ഉണ്ട് സ്വർണ്ണം വാങ്ങിക്കൂട്ടാനായിട്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് അത്ര ബുദ്ധിയല്ല. നമ്മുടെ മൊത്തം സേവിങ്സിന്റെ ഒരു 10 to 15 അല്ലെങ്കിൽ 20% വരെ നമ്മുടെ ഏജ് അനുസരിച്ചിട്ട് വേണം സ്വർണം എടുക്കാനായിട്ട്. അല്ലാതെ നമ്മുടെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപ കിട്ടി കഴിഞ്ഞാൽ ഉടനെ ഒരു ജ്വല്ലറിയിലേക്ക് പോയി സ്വർണ്ണാഭരണങ്ങൾ അതിന് വാങ്ങിക്കൂട്ടുക എന്നല്ല അതിന്റെ അർത്ഥം. സ്വർണം എന്ന് പറയുന്നത് നമ്മുടെ മൊത്തം ഇൻവെസ്റ്റ്മെന്റിന്റെ, അതായത് മൊത്തം നിക്ഷേപത്തിന്റെ 10 മുതൽ 20% വരെ ആകാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ സിപ്പോ അല്ലെങ്കിൽ ചിട്ടിയോ അല്ലെങ്കിൽ വിവിധ നിക്ഷേപ പദ്ധതികളുണ്ട്. സ്റ്റോക്കോ ബാങ്ക് നിക്ഷേപമോ റിട്ടേൺ തരുന്ന പല നിക്ഷേപ പദ്ധതികളുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ സ്വർണ്ണത്തെക്കുറിച്ച് കൂടുതൽ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുമ്പോൾ സ്വർണ്ണവില കൂടിയല്ലോ ഇനിയിപ്പോൾ കൂടാനുള്ള ഒരു സാധ്യതയാണ്. കാരണം സ്വർണ്ണത്തിന്റെ നിക്ഷേപം ലിമിറ്റഡ് ആണ്. ഖനനം നടക്കുന്ന രാജ്യങ്ങളിൽ ഇപ്പോൾ പരമാവധി ഖനനം നടക്കുകയാണ്. ലാബ് ഗ്രോൺ സ്വർണ്ണമൊക്കെ വരുന്നു എന്ന് പറയുമ്പോഴും അത് വലിയൊരു സ്കെയിലിൽ ചിലപ്പോൾ കൊണ്ടുവരാൻ വളരെ വർഷങ്ങൾ എടുത്തേക്കും. അതുകൊണ്ട് തന്നെ സപ്ലൈ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വസ്തുവായി സ്വർണം വാങ്ങുമ്പോൾ വലിയ ഒരു മേഖല തന്നെ ഖനനം ചെയ്യുമ്പോഴായിരിക്കും ഒരു തരി പൊന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ ലൈബീരിയയിലൊക്കെ ഈ സ്വർണ്ണവില കൂടിയപ്പോൾ ചൈനീസ് കമ്പനികൾ, മറ്റു രാജ്യങ്ങളിലുള്ള ബഹുരാഷ്ട്ര ഭീമന്മാർ അവിടെയൊക്കെ വന്ന ഒരു ദരിദ്ര രാജ്യമായ ലൈബീരിയ, അതുപോലെ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ അവിടെ ഇങ്ങനെ ഖനനം കൂടുകയാണ്, അത് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. ഞാൻ പറഞ്ഞു വന്നത് സ്വർണ്ണത്തിന്റെ നിക്ഷേപം ലിമിറ്റഡ് ആണ്. അതേസമയം തന്നെ സ്വർണ്ണത്തിന്റെ ഡിമാൻഡ് പല ഘടകങ്ങളിൽ നിന്നുണ്ട്. ഈ ഗോൾഡ് ETF-കളിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യുന്നവരുണ്ട്, അതേപോലെ തന്നെ സ്വർണം ആഭരണങ്ങളായി വാങ്ങിച്ചു കൂട്ടുന്നവരുണ്ട്, സ്വർണം കോയിനായിട്ട് വാങ്ങിക്കുന്നവരുണ്ട്, കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് സ്വർണത്തിന്റെ ഡിമാൻഡ് കൂടുമ്പോൾ അതിന്റെ സപ്ലൈ ലിമിറ്റഡുമായിരിക്കുമ്പോൾ സ്വർണ്ണവില ഇങ്ങനെ ദീർഘകാല അടിസ്ഥാനത്തിൽ കൂടാനൊരു സാധ്യതയാണ് പറയുന്നത്. പക്ഷേ അതുപോലെ തന്നെ ഇപ്പോൾ 2026 ഒരു പ്രവചനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ്മാൻ സാക്സ് പറയുന്നത് ഔൺസിന് 28 ഗ്രാം സ്വർണ്ണമാണ് ഒരു ഔൺസ് എന്ന് പറയുന്നത്. ഒരു ഔൺസിന് $4,900 അല്ലെങ്കിൽ $5,000 കടക്കുമെന്നാണ്. അപ്പോൾ 2026 സ്വർണം ഒരു അപ്വേർഡ് ട്രെൻഡിലാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ അവിടെ ഒരു തിരുത്തൽ വരാം. നമ്മൾ പറയില്ലേ ഏത് കയറ്റത്തിനും ഒരു ഇറക്കമുണ്ടെന്ന് എന്ന് പറഞ്ഞ പോലെ സ്വർണത്തിന്റെ വില കൂടിക്കഴിയുമ്പോൾ കയ്യിലുള്ള സ്വർണം വിറ്റ് ഒഴിയുന്ന നിക്ഷേപകരുടെ എണ്ണം കൂടും. അപ്പോൾ അവരിങ്ങനെ ലാഭമെടുപ്പിനായിട്ട് നിക്ഷേപം ഉള്ള സ്വർണം വിറ്റ് കഴിയുമ്പോൾ സ്വർണത്തിന്റെ വില താഴേക്ക് ഇറങ്ങും. അപ്പോൾ അതൊരു തിരുത്തൽ എന്നാണ് നമ്മൾ പറയുന്നത്, മാർക്കറ്റ് കറക്ഷൻ എന്ന് പറയും. അപ്പോൾ ഈ രീതിയിൽ 1-2 അല്ലെങ്കിൽ മാർക്കറ്റ് കറക്ഷൻ ഉണ്ടാകും. പക്ഷേ നമ്മൾ സ്വർണത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ 1979 ഒരു ഇടിവ്, അതിനുശേഷം 2008 സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്തുണ്ടായ മാറ്റങ്ങൾ. പക്ഷേ ഈ സ്വർണം 2011 വില കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ വിലക്കുറവിന്റെ ആ ഒരു കാലഘട്ടം അതിജീവിച്ച് സ്വർണം വീണ്ടും മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ദീർഘകാല അടിസ്ഥാനത്തിൽ സ്വർണം മികച്ച റിട്ടേൺ തരും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. പക്ഷേ ഇടയ്ക്ക് കറക്ഷനുള്ള സാധ്യതയുണ്ട്. മൊത്തം നിക്ഷേപം ഒരു കാരണവശാലും സ്വർണത്തിൽ നിക്ഷേപിക്കരുത് എന്ന് പറയുന്നവരുമുണ്ട്. അപ്പോൾ സാധാരണക്കാരനായാലും
സമ്പത്തുള്ളവരാണെങ്കിലും അത് സ്വർണം ആഭരണ രൂപത്തിൽ വാങ്ങുന്നതിനുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഇതാണ് സ്വർണത്തെക്കുറിച്ച് ദീർഘകാലാടിസ്ഥാനത്തിൽ പറയുന്നത്. ഇനി കഴിഞ്ഞ ഒരു വർഷം മാത്രം സ്വർണം നൽകിയ റിട്ടേൺ എന്ന് പറയുന്നത് 60% സ്വർണത്തിൽ കഴിഞ്ഞ വർഷം നിക്ഷേപിക്കുന്നവർക്ക്. ഇനി ഒരു പവന്റെ വില നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇതേ ദിവസം 56,800 രൂപയായിരുന്നു. ഇന്നത് 1,01,600 രൂപയായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 44,800 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വിലയിൽ ഉണ്ടായിരിക്കുന്ന. 1 ലക്ഷം കടന്നുള്ള സ്വർണ്ണവിലയുടെ വിവരങ്ങൾ പറയുകയാണ് കൃഷ്ണചന്ദ്രൻ. ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആഗോള മേഖലയിലെ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ, യുദ്ധ സാഹചര്യങ്ങളൊക്കെ സ്വർണ്ണവില ഉയരാൻ കാരണമാവുന്നുണ്ട്. അത് തന്നെ ആ ട്രെൻഡ് തുടരുന്നുണ്ട്. 1 ലക്ഷവും കടന്നും എപ്പോട്ടെ കുതിക്കുകയാണ് പൊന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.